ഇന്ത്യയുടെ ഊർജ സുരക്ഷയുമായി ബന്ധപ്പെട്ട സങ്കീർണമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നീണ്ട 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ഇറാനിൽ നിന്ന് വീണ്ടും പാചകവാതകം അഥവാ LPG ഇറക്കുമതി ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്തരമൊരു നയതന്ത്ര നീക്കം നടത്തിയത് എന്നും ഇറാനുമായുള്ള ഈ സഹകരണം കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്നും ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ പുതിയ ടോൾ നയം നമ്മുടെ പോക്കറ്റിനെ എങ്ങനെ ബാധിക്കുമെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. ആദ്യമായി എന്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഇറാനിലേക്ക് വീണ്ടും തിരിഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. നിലവിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് കർണാടകയിലെ ഗ്രാമപ്രദേശങ്ങളിലും ബാംഗ്ലൂർ, ഹൈദരാബാദ് തുടങ്ങിയ വലിയ നഗരങ്ങളിലും പാചകവാതകത്തിന് വലിയ തോതിലുള്ള ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. LPG സിലിണ്ടറുകൾ കൃത്യമായി ലഭിക്കാത്തതിനാൽ പല വീടുകളും ഹോട്ടലുകളും വിറക് അടുപ്പുകളിലേക്ക് മാറാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളുമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഈ ഘട്ടത്തിലാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലുള്ള പൊതുമേഖലാ കമ്പനികൾ ഇറാനിൽ നിന്ന് നേരിട്ട് ഗ്യാസ് വാങ്ങാൻ തീരുമാനിച്ചത്. ഈ തീരുമാനത്തിൻ്റെ ഭാഗമായി ചൈനയിലേക്ക് പോകേണ്ടിയിരുന്ന ഒറോറ എന്ന കൂറ്റൻ LPG ടാങ്കർ ഇന്ത്യയുടെ ആവശ്യം പരിഗണിച്ച് ഇങ്ങോട്ട് തിരിച്ചുവിടുകയും ഏകദേശം 45,000 മെട്രിക് ടൺ ഗ്യാസ് ഇന്ത്യയിലെത്തിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഒരു ദിവസത്തെ ആകെ ആവശ്യത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം വരുന്ന ഈ കാർഗോ ആഭ്യന്തര വിപണിയിലെ ക്ഷാമത്തിന് വലിയൊരു ആശ്വാസമാണ്. ഇന്ത്യയുടെ ഊർജ ഇറക്കുമതിയുടെ സിര എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹോർമൂസ് കടലിടുക്കിൻ്റെ പ്രാധാന്യം ഇവിടെ വളരെ വലുതാണ്. ലോകത്തിലെ ആകെ എണ്ണ ഗ്യാസ് കയറ്റുമതിയുടെ 20%, ഇന്ത്യയുടെ LPG ഇറക്കുമതിയുടെ 90% കടന്നു പോകുന്നത് ഈ പാതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അവിടെയുണ്ടാകുന്ന തടസ്സങ്ങൾ നമ്മുടെ ഇന്ധനവിലയെ ബാധിക്കും. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങൾക്ക് ഇറാൻ സുരക്ഷിതമായ യാത്ര ഉറപ്പു നൽകിയത് വലിയൊരു നയതന്ത്ര വിജയമാണ്. ഇറാനുമായുള്ള ഈ ബന്ധം ഇന്ത്യക്ക് പ്രധാനപ്പെട്ട പല ഗുണങ്ങളും നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടുന്നത് കൊണ്ട് ഇറാൻ അവരുടെ ഇന്ധനം ലോക വിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ നൽകാൻ തയ്യാറാകുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു. വിതരണ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിലൂടെ ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കി ഊർജ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നൽകുന്ന സുരക്ഷാ ഉറപ്പ് മേഖലയിലെ സംഘർഷങ്ങളിൽ നിന്ന് നമ്മുടെ കപ്പലുകളെ സംരക്ഷിക്കുന്നു. ഇറാനിൽ നിന്ന് ടോൾ ഇളവുകൾ കൂടി ലഭിക്കുകയാണ് എങ്കിൽ നമ്മുടെ ഊർജ വിതരണ ശൃംഖല ലോകത്തെ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒന്നായി മാറുകയും ചെയ്യും. ഗുണങ്ങൾക്കൊപ്പം തന്നെ നാം ഗൗരവമായി കാണേണ്ട ചില വെല്ലുവിളികളും ഇവിടെയുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന എല്ലാ കപ്പലുകളിൽ നിന്നും നിർബന്ധിത ടോൾ ഈടാക്കാൻ ഇറാൻ പുതിയ നിയമം കൊണ്ടുവരികയാണ്. ഇതുവരെ സൗജന്യമായിരുന്ന ഈ പാത ഒരു വരുമാന സ്രോതസ്സാക്കി മാറ്റാനാണ് അവരുടെ നീക്കം. ഈ ടോൾ വരുന്നതോടെ കപ്പലുകളുടെ ഇൻഷുറൻസ് തുകയും യാത്രാ ചെലവും വർദ്ധിക്കുകയും അത് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കൂടാൻ കാരണമാവുകയും ചെയ്യും. ഇന്ത്യ ഇറാന്റെ സുഹൃത്താണെങ്കിലും ഈ ടോളിൽ നമുക്ക് ഇളവ് ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. കൂടാതെ ഇറാനെതിരെയുള്ള പടിഞ്ഞാറൻ ഉപരോധങ്ങൾ നിലനിൽക്കെ അവരുമായി സഹകരിക്കുന്നത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സങ്കീർണതകൾ സൃഷ്ടിച്ചേക്കാം. ഹോർമൂസ് പാതയ്ക്ക് പകരമായി മറ്റൊരു പാത കണ്ടെത്തുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വലിയൊരു വെല്ലുവിളിയായി തുടരുന്നു. ചുരുക്കത്തിൽ ഇന്ത്യയുടെ നിലവിലെ ഇന്ധനക്ഷാമം പരിഹരിക്കാൻ ഇറാനുമായുള്ള സഹകരണം അനിവാര്യമാണ്. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ പുതിയ ടോൾ നയം ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങൾക്ക് ഭാവിയിൽ വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറിയേക്കാം.
ഈ ടോൾ നിയമത്തിൽ ഇന്ത്യക്ക് ഇളവുകൾ ലഭിക്കുകയാണെങ്കിൽ അത് നമുക്ക് വലിയ നേട്ടമാകും. മറിച്ചാണെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിലെ ഇന്ധന ചെലവുകൾ വർദ്ധിക്കാൻ അത് കാരണമാകും. ഇറാൻ ഇന്ത്യക്ക് ടോൾ ഇളവുകൾ നൽകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.